സ്നേഹത്തണലിന്റെ പ്രിയപ്പെട്ട അഭിലാകാംക്ഷികളെ, സ്നേഹത്തണലിലെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയപൂർവ്വ സ്വാഗതം. കഴിഞ്ഞ 10 വർഷമായി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് സ്നേഹത്തണൽ. നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ പലപ്പോഴും ചോദിക്കലുണ്ട്, സ്നേഹത്തണൽ കേരളത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന്. കഴിഞ്ഞ 10 വർഷമായിട്ട് സ്നേഹത്തണൽ സമൂഹ സേവന രംഗത്തുള്ള സ്ഥാപനമാണ്. മറ്റൊരു ചോദ്യം, എന്തൊക്കെയാണ് സ്നേഹത്തണലിന്റെ പ്രവർത്തനങ്ങൾ? സ്നേഹത്തണൽ ബന്ധുക്കളാൽ പരിചയിക്കപ്പെട്ട ആളുകൾക്കായി, വൃദ്ധജനങ്ങൾക്കായി ഒരു അനാഥാലയം നടത്തി വരുന്നുണ്ട്. അതിന്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിലാണ് നടത്തി വരുന്നത്. പൊതുജനങ്ങൾ അകമഴിഞ്ഞ് നമ്മളെ സഹായിക്കലുണ്ട്. മറ്റൊരു പ്രവർത്തനം ആദിവാസി മേഖലയിലാണ്. ഗോത്രദ്വീപ് എന്ന പേരിൽ ആദിവാസി മേഖലയിൽ സ്നേഹത്തണലിന്റെ സഹായം എത്തുന്നുണ്ട്. നമുക്കറിയാം, ആദിവാസികൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വിറ്റാമിനുകളുടെ കുറവ്. അവർക്ക് വളരെ മൂല്യമുള്ള ഭക്ഷണവസ്തുക്കൾ ലഭിക്കലില്ല. സ്നേഹത്തണൽ അത് പരിഹരിക്കാനായിട്ട് വൈറ്റമിനുകൾ അടങ്ങിയ മെഡിസിനുകളും അതുപോലെ ഭക്ഷ്യവസ്തുക്കളും അവർക്ക് നൽകലുണ്ട്. വസ്ത്രങ്ങളും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യലുണ്ട്. മറ്റൊന്ന്, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള സൗജന്യ നിയമസഹായ പദ്ധതിയാണ്. നിരന്തരമായ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകളും കുട്ടികളും. അവരിൽ BPL പട്ടികയിൽപ്പെടുന്ന ആളുകൾക്ക് സൗജന്യ നിയമസഹായം സ്നേഹത്തണൽ നൽകി വരുന്നുണ്ട്. അതുപോലെ മറ്റൊരു സ്നേഹത്തണലിന്റെ പേരുകേട്ട പദ്ധതിയാണ് സർക്കാർ ആശുപത്രികളിൽ മുട്ടയും പാലിന്റെ വിതരണം, ബാലൻസ് ഡയറ്റ് പദ്ധതി. അത് വളരെ നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. മറ്റൊരു ചോദ്യം ആളുകൾ ചോദിക്കുന്നത് സ്നേഹത്തണലിന്റെ ഭാവി പരിപാടികളെ കുറിച്ചാണ്. നമ്മുടെ അഭിലാകാംക്ഷികൾക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് പ്രസ്ഥാനം ഭാവിയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാം, സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി സ്നേഹത്തണൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചെറിയ രീതിയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ പദ്ധതികൾ ചെയ്യുക എന്നാണ് സ്നേഹത്തണൽ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വാഴകൃഷി, പച്ചക്കറി കൃഷി തുടങ്ങിയവ നടത്തുക, അതുപോലെ ഡയറി ഫാം പോലുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുക. ഇതൊക്കെ ചെറിയ രീതിയിൽ കാർഷിക മേഖലയിൽ വാഴകൃഷി പോലുള്ള കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അടുത്ത വർഷങ്ങളിൽ അധികം വൈകാതെ തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഈ പദ്ധതി വളരെ വിപുലപ്പെടുത്തുകയും ജനങ്ങൾക്ക് വളരെ സഹായം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സ്നേഹത്തണലുള്ളത്. നന്ദി. വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്നേഹത്തണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി മേഖലകളിൽ നടപ്പാക്കുന്ന ഗോത്രദീപം പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം പനങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കോട്ടക്കുന്ന് കോളനിയിൽ നടന്നു. 17 കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും വിതരണം ചെയ്തു.